ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസിന്ന് എങ്ങനെയാണ് കൃത്യമായിട്ട് മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് മറക്കാതെ നമ്മൾ നോട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയുടെ കോണ്ടൻറ്റ്. അതിൽ ഫസ്റ്റത്തെ കാര്യം, നമ്മൾ അളവെടുക്കാൻ പോകുന്നതിന് മുമ്പേ ആ തന്നിട്ടുള്ള അളവ് ബ്ലൗസ് നല്ല നീറ്റായിട്ട് അയൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇത് ആരും മടി വിചാരിക്കരുത്. നമുക്ക് തന്നിരിക്കുന്ന ബ്ലൗസ് നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാലാണ് ചുളിവുകളൊന്നും ഇല്ലാതെ ആ ബ്ലൗസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തെറ്റിപ്പോവാതെ മെഷർമെൻറ്റ് എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതാണ് ഫസ്റ്റത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻറ്റ് എന്ന് പറയുന്നത് അത് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും അതിലൊരു ഈസ് ആഡ് ചെയ്യും. ഈസ് എന്ന് പറഞ്ഞാൽ ലൂസ് അലവൻസ്, നമ്മുടെ ഒരു 1/2 ഇഞ്ചോ ഒരു 3/4 ഇഞ്ചോ അത് കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ഈസ് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിന് എടുക്കുമ്പോൾ ആ ഒരു ലൂസ് അലവൻസ് ആഡ് ചെയ്യരുത്. എന്ത് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ? നമ്മുടെ സീം അലവൻസ് മാത്രം, തയ്യൽ തുമ്പ് മാത്രമേ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും മറന്ന് പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ലൂസ് അലവൻസും പിന്നെ സീം അലവൻസും ഒക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ബ്ലൗസ് ഭയങ്കര വലുതായിട്ട് പോകും കേട്ടോ. പിന്നെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കണം. അതൊരു സ്കെയിൽ വെച്ച് സ്ട്രെയിറ്റ് ചെയ്തിട്ടോ, അതായത് റാൻഡമായിട്ട് ഒരു ലാഘവത്തോടു കൂടി എടുക്കരുത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോസ് യൂട്യൂബ് നോക്കി സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നമ്മുടെ സ്മൃതി ടീച്ചറിൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇത്ര നീറ്റായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിന് എങ്ങനെ അളവെടുക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അളവെടുക്കാനായിട്ടുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടേപ്പ് എടുത്തിട്ടുണ്ട്, പെൻ എടുത്തിട്ടുണ്ട്, സ്കെയിൽ എടുത്തിട്ടുണ്ട്, ഒരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഈ എല്ലാ സംഗതികളൊന്നും വേണമെന്നില്ല കേട്ടോ. പോയിൻറ്റ്സ് നോട്ട് ചെയ്യാനായിട്ട് ബുക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ ഏതൊക്കെ മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. മെയിനായിട്ട് നമുക്ക് ഷോൾഡർ വേണം, ആം ഹോൾ വേണം, ചെസ്റ്റ്, ബസ്റ്റ്, വെയ്സ്റ്റ് റൗണ്ട് വേണം, പിന്നെ ഷോൾഡറിൽ നിന്ന് ബസ് പോയിൻ്റ് വരെയുള്ള അളവ് വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? ബസ് പോയിൻ്റ് തമ്മിലുള്ള അകലം വേണം, ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് വേണം, സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം, സ്ലീവ് റൗണ്ട് വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത്, ഡെപ്ത്ത് ഇത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്കത് 1 by 1 ആയിട്ട് എഴുതി വെക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ വ്യത്യാസമുണ്ടാവും. അതായത് ചില ബ്ലൗസ് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഇഞ്ചോളം ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടാവും. ചില ബ്ലൗസിന് ആ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഹുക്ക് ഇട്ടിട്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് വെച്ചാൽ ബാക്കത്തെ പീസ് ഫ്രണ്ടിലേക്ക് ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവില്ല. ചില ബ്ലൗസിന് ആ ഒരു ഫ്രണ്ടിലെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു 2 ഇഞ്ചിനും കൂടുതലൊക്കെ ഗ്യാപ്പ് ഉള്ളതായിട്ട് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ ഞാൻ പറയണത് വെച്ചാൽ, നമ്മൾ ആ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യില്ലേ, ഒരു സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ നിന്ന് വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്ലൗസിൻ്റെ ഹുക്ക് ഇട്ടതിന് ശേഷം മാത്രം അത് 4 ആക്കി മടക്കി വെച്ചിട്ട് വേസ്റ്റ് റൗണ്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് റോങ് ആയിട്ട് പോട്ടോ. അതൊരു ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമർ തന്ന ബ്ലൗസിൻ്റെ ഡിറ്റോ ആക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒബ്വിയസ്ലി അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ. എനിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. അതായത് ഞാൻ ഈ ഹുക്ക് ഉണ്ടല്ലോ, നമ്മൾ സാധാരണ റൈറ്റിൽ ഹുക്കും ലെഫ്റ്റിൽ അയ്യുമാണ് വെക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇതിൽ അത് തിരിച്ചായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തന്നെ വെച്ചു. പക്ഷേ എനിക്കത് തിരിച്ചഴിച്ച് മാറ്റി വെച്ച് കൊടുക്കേണ്ടി വന്നു കേട്ടോ. ഏതൊരു കസ്റ്റമർ നമ്മളടുത്ത് പറയും അങ്ങനെ ലെഫ്റ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർ തന്ന ബ്ലൗസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഹുക്കിൻ്റെ അതിൻ്റെയൊക്കെ പൊസിഷൻ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്കിനി ഓരോ മെഷർമെൻറ്റ്സ് ആയിട്ട് എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലൗസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് നടു മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ഒരു സ്കെയിലിൻ്റെ ഹെൽപ്പ് എടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എല്ലാ മെഷർമെൻറ്റും കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. നല്ലപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ട മെഷർമെൻറ്റ് ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ടേപ്പ് നമ്മുടെ ഷോൾഡറിൻ്റെ ഈ എൻഡ് പോയിൻറ്റിൽ നിന്ന് താഴെ വരെ പിടിക്കുമ്പോൾ എനിക്ക് ഈ ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ട് കിട്ടുന്നത് 13 ഇഞ്ചാണ് കേട്ടോ. ഓൾമോസ്റ്റ് 13 ഇഞ്ചാണ്.
13 ഇഞ്ചിനേക്കാൾ ഒരു പോയിൻ്റ് എന്തോ കൂടുതലുണ്ട്. അത് 13.4 തികച്ചില്ല, എന്നാൽ 13 ഇഞ്ചിനേക്കാൾ കൂടുതലുണ്ട്. അപ്പോൾ നമുക്കത് 13 13.4 ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ. കൃത്യമായിട്ട് ഇതിങ്ങനെ വരച്ച് പിടിച്ചിട്ട് തന്നെ മെഷർ ചെയ്യുക. ആ മെഷർമെൻറ്റ് ഇതാ നമ്മളിവിടെ ഫുൾ ലെങ്ത്തിന് FL എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചു കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ മെഷർ ചെയ്യാൻ പോണത് ഇതിൻ്റെ ചെസ്റ്റാണ് മെഷർ ചെയ്യേണ്ടത്. ചെസ്റ്റ് മെഷർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈക്കുഴിയുടെ താഴെയുള്ള ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ നിന്ന് ഈ ഒരു ഭാഗം വരെ, അതായത് ഹുക്കും അയ്യൊക്കെ ഇരിക്കുന്ന ഭാഗം വരെ നമുക്ക് ടേപ്പ് പിടിച്ചിട്ട് മെഷർ ചെയ്യണം. ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു സ്ട്രെയിറ്റ് സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതാ കൈക്കുഴിയുടെ അറ്റത്തുനിന്ന് പിടിച്ചിട്ട് ഇതിങ്ങനെ കൃത്യമായിട്ട് ചേർത്ത് തന്നെ വയ്ക്കുക, തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സ്കെയിലിൻ്റെ ടിപ്പ് വരെ മെഷർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്കെയിൽ വെക്കുമ്പോൾ നമുക്കിപ്പോൾ തെറ്റി പോകില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് കിട്ടുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നത് എനിക്ക് 9:10 തികച്ചില്ല കേട്ടോ, 9.25 എനിക്ക് കിട്ടണേ. നോക്കുമ്പോൾ 9:30 കഴിഞ്ഞിട്ട് ഒരു പോയിൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കിത് 9.25 എഴുതി വെക്കാം കേട്ടോ. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ഞാൻ സ്പീഡാക്കാത്തത് ആർക്കെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണണം എന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് ബസ്റ്റിൻ്റെ മെഷർമെൻറ്റാണ്. നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് നിന്ന് ഒരു 2 ഇഞ്ച് താഴത്തേക്ക് പിടിച്ചാലാണ് ഫുൾ ബസ്റ്റ് മെഷർമെൻറ്റ് കിട്ടുക. അപ്പോൾ അത് നോക്കുമ്പോൾ 9.5 ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോണത് വേസ്റ്റ് റൗണ്ടാണ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഈ ബ്ലൗസ് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ജോയിൻറ്റിൽ കറക്റ്റായിട്ട് വെക്കുമ്പോൾ ഇതിന് കണ്ടോ ഈ ഒരു ഗ്യാപ്പ് വരുന്നത്, ഇതിപ്പോൾ 1 ഇഞ്ചൊന്നുമില്ല, ഒരു 1/2 ഇഞ്ചോളാണ് ഈ ഗ്യാപ്പ് കിട്ടുക. അപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഹുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം, അങ്ങനെയാണല്ലോ ഒരാൾ ബ്ലൗസ് ഇടുക, അങ്ങനെയാണല്ലോ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യാൻ നമ്മൾ ബോഡിയിൽ നിന്ന് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെയുള്ള റൗണ്ട് മെഷർമെൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ ഹുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം അതിനെ കണ്ടോ ഒരു 4 ഇഞ്ചോളം അപ്പുറത്തുനിന്ന് ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒരു ഓവർലാപ്പ് നിൽക്കുന്നത്. എന്നിട്ട് ഇതാ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് തന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വേസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് 8 ഇഞ്ച് ഒരു പോയിൻ്റ്, എന്നാലും 32 എന്ന് എടുക്കാം കേട്ടോ. നമുക്ക് ഒരു പോയിൻ്റ് ഞാൻ 8 ഇഞ്ചെന്ന് എടുക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ ബ്ലൗസിൻ്റെ ലാസ്റ്റത്തെ ഹുക്കും അയ്യും വെച്ചിരിക്കുന്നതിൻ്റെ ഒരു 1/2 ഇഞ്ചോളം നീക്കിയിട്ട് ഒരയ്യും കൂടി തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ ബ്ലൗസാണ്. അപ്പോൾ ആ താഴെ അരഭാഗത്ത് കുറച്ചും കൂടി ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ സൈഡിൽ ഒരു അയ്യും കൂടെ തുന്നി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 8 ഇഞ്ച് മതി. ആ ഒരു പോയിൻ്റ് ഞാൻ കണക്കാക്കണില്ല, 8 ഇഞ്ച് തന്നെ എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾക്ക് മെഷർ ചെയ്യേണ്ടത് എന്താണ്? വീണ്ടും ഞാൻ ഈ സ്കെയിലിൻ്റെ അടുത്ത് തന്നെ ഇത് കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഷോൾഡർ മെഷർ ചെയ്യാണ്. ഷോൾഡർ എനിക്കിതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടണത് 5.25 കേട്ടോ ഷോൾഡർ. അപ്പോൾ ഇവിടെ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യണം. അപ്പോൾ 5.25 ഉണ്ട്. ദെൻ ഒരു 4 ഇഞ്ചും കൂടെ തയ്ച്ച് പോകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ഇത്ര മാർക്ക് ചെയ്തിട്ടുണ്ട്, 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1/2 ഇഞ്ച് തന്നെ അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് 5.25 മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംപിറ്റിൻ്റെ താഴെ ഞാൻ ഈ സ്കെയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആ സ്കെയിലിൻ്റെ ആ ഒരു പോയിൻ്റ് വരെ നോക്കുമ്പോൾ ഇതും എനിക്ക് 5.25 ഏകദേശം കിട്ടുന്നത്. 5.25 അപ്പോൾ ഓക്കെ 5 ആണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ 4 ഇഞ്ചും കൂടെ സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് 5.25 എഴുതി വെക്കുന്നുണ്ട്. അതായത് എനിക്ക് തുണിയിൽ മാർക്ക് ചെയ്യേണ്ട അളവ് എന്ന് പറയുന്നത് 5 അല്ല 5.25 ഇനി ഞാൻ നെക്സ്റ്റ് എടുക്കുന്ന അളവ് ഈ ഒരു ഇതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരാളുടെ ബോഡിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ക്യാപ്പ് ഹൈറ്റ് എടുക്കാം. ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ ബോൺ തൊട്ട് നമ്മുടെ മസിൽ വരെയുള്ള ലെങ്ത്, അതായത് കൈൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം വരെയുള്ള ലെങ്ത്, മസിൽ വരെയുള്ള ലെങ്താണ് ക്യാപ്പ് ഹൈറ്റ്. അപ്പോൾ ഈ ആംപിറ്റിൻ്റെ അവിടെ ഈ സ്കെയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോക്കുന്ന പോലെ നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ടേപ്പിൽ എനിക്ക് ഏകദേശം 2.25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ചോ 4 ഇഞ്ചോ ആ സ്ലീവ് ജോയിൻ ചെയ്യുന്നിടത്ത് നമുക്ക് 1/2 ഇഞ്ച് തയ്ച്ച് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 3.25 ഇഞ്ച് അല്ലെങ്കിൽ 3.25 ഇഞ്ചാണ് ഇതിൻ്റെ ക്യാപ്പ് ഹൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്. ആ അളവ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ സ്ലീവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാപ്പ് ഹൈറ്റ് ആവശ്യമുള്ളതാണ് കേട്ടോ. ക്യാപ്പ് ഹൈറ്റ് ഇങ്ങനെ മെഷർ ചെയ്ത് എടുക്കാതെയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഡയറക്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്തും ഡെപ്ത്തൊക്കെ മെഷർ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട്
സൈഡിൽ സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ടേപ്പ് വെച്ചിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് ടേപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കിതിൻ്റെ റെഡി അളവ് കിട്ടുന്നത് 3.4 കേട്ടോ, 3.4. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട് നെക്ക് ഡെപ്ത്ത് 3.4. ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.4 തന്നെ മാർക്ക് ചെയ്തിട്ട് ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുക. അല്ല ക്രോസ് സ്ട്രിപ്പ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 3 മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം 3 മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ 4 ഇഞ്ച് നമ്മൾ ക്രോസ് സ്ട്രിപ്പ് വെച്ചിട്ട് അടിച്ച് മറിക്കുമല്ലോ, അപ്പോൾ അത് 3.4 ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഇരിക്കണത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മീതയും കൂടെ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ തലയ്ക്ക് ഭ്രാന്താണോ, ഇത്രയധികം സ്കെയിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ മെഷർമെൻറ്റ് എടുക്കാമെന്ന്. അങ്ങനെയല്ല, നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ 8 ഇഞ്ച് ബാക്ക് നെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് ഷോൾഡർ അടിച്ച് പോകാനുണ്ടാവുമല്ലോ മുകളിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് മാർക്ക് ചെയ്യണം, ഒരു 1/2 ഇഞ്ച് മുകളിൽ കൂട്ടിയിട്ട് 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്താലാണ് നമുക്ക് 8 ഇഞ്ച് നെക്ക് ലെങ്ത് കിട്ടുക ബാക്ക് നെക്ക്. ഇനി ഞാൻ ഫ്രണ്ട് നെക്ക് മെഷർ ചെയ്യാണ്. ഫ്രണ്ട് നെക്ക് നോക്കുമ്പോൾ എനിക്ക് 6.5 തികച്ചില്ല, 6.25 എന്തുവാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 6.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6.5 അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്താലാണ് എനിക്ക് 6.5 ഇഞ്ചുള്ള ഫ്രണ്ട് നെക്ക് കിട്ടുക കേട്ടോ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഞാൻ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുക്കുകയാണ്. ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് സ്ലീവിൻ്റെ റെഡി ലെങ്ത്ത് എടുക്കുക. അപ്പോൾ ഇത് 9 ഇഞ്ചാണ് എനിക്ക് സ്ലീവിന് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് മുകളിൽ അടിച്ച് പോകാനും കൂടെ കൂട്ടിയിട്ട് 1.5 ഇഞ്ച് അഡീഷണൽ വേണം കേട്ടോ. അപ്പോൾ 10.5 ഇഞ്ചാണ് ഞാൻ തുണിയിൽ എനിക്ക് സ്ലീവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട തുണിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് 10.5 ഇഞ്ച് വേണ്ടി വരും. ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് സ്ലീവ് റൗണ്ടാണ്. സ്ലീവ് റൗണ്ട് ഇവിടെ ഒരു 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതായത് 10 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട്. അപ്പോൾ 5 ഇഞ്ചും പിന്നെ നമ്മൾ സൈഡിൽ സീം എലമെൻറ്റ്സ് കൊടുക്കുന്നത് 1.5 ഇഞ്ചാണെങ്കിൽ 5 പ്ലസ് ഈ സൈഡ് ബ്ലൗസിൻ്റെ സൈഡിൽ നമ്മൾ എലമെൻറ്റ്സ് എപ്പോഴും 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചൊക്കെയാണ് കൊടുക്കുക കേട്ടോ. 1.5 ഇഞ്ചാണ് മാക്സിമം കൊടുക്കുക. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ 5 മാർക്ക് ചെയ്യുക, എന്നിട്ട് അപ്പുറത്ത് 1.5 മാർക്ക് ചെയ്യുക. അങ്ങനെ ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോണ അളവെന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ ടു ബസ് പോയിൻ്റ് വരെയുള്ള അളവാണ്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അളവാണ് കേട്ടോ. ഈ ബസ് പോയിൻ്റ് കുറച്ച് ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസ് ലൂസാവും, ഷോൾഡറിൽ നിൽക്കാതെ വരും കേട്ടോ. ബസ് പോയിൻ്റ് മാറി കഴിഞ്ഞാൽ അപ്പോൾ ഇത് കൃത്യമായിട്ട് എടുക്കണം. നമ്മൾ ആ ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിൽ നിന്ന് നമ്മുടെ വേസ്റ്റ് ഡാർട്ടിൻ്റെ ടിപ്പില്ലേ, വേസ്റ്റ് ഡാർട്ടിൻ്റെ ടിപ്പ് വരെയുള്ള അളവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 9 ഇഞ്ചാണ്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ എപെക്സ് പോയിൻ്റ് അല്ലെങ്കിൽ ബസ്റ്റിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ പോയിൻ്റ് നമ്മുടെ നിപ്പിൾ വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 9 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീതെ നമ്മൾ ഷോൾഡർ അടിക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് മുകളിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ 1/2 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് 9 പിടിക്കുക, അല്ലെങ്കിൽ ഏറ്റവും മീതേന്ന് 9.5 പിടിക്കുക. അങ്ങനെയാണ് ഇത് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, 2 ബസ് പോയിൻ്റ് തമ്മിലുള്ള അകലം, അതായത് BP ടു BP എന്ന് പറയും, ബസ് പോയിൻ്റ് ടു ബസ് പോയിൻ്റ്. അത് നമ്മുടെ ഒരു നിപ്പിൾ പോയിൻ്റ് തൊട്ട് മറ്റേ നിപ്പിൾ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്, 2 ബസ്റ്റിൻ്റെ അപെക്സ് പോയിൻ്റ് തമ്മിലുള്ള അകലമാണ് ഈ BP ടു BP. അതെടുക്കണത് നമ്മുടെ പട്ട വെച്ച് കൊടുത്തിട്ടില്ലേ, ആ പട്ടയുടെ ഇപ്പുറത്ത് നിന്ന്, പട്ടയും കൂട്ടി മെഷർ ചെയ്യരുത്, ആ പട്ടയുടെ ഇപ്പുറത്ത് നിന്ന് ആ എൻഡിൽ നിന്ന് പിടിക്കുക, എവിടം വരെ, ആ ഡാർട്ട് പോയിട്ടുള്ളത് വരെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് 3 കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു 4 ഇഞ്ച് അതൊന്ന് അടിച്ചു പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു 3.4, 7.5 അപ്പോൾ എനിക്ക് ടോട്ടലി വരിക. ബസ് പോയിൻറ്റിൻ്റെ 2 ബസ് പോയിൻ്റ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 7.4 വരും. ഒരു സൈഡിലേക്ക് 3.5 വരും കേട്ടോ. ഈ ഒരു പട്ട ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടക്കിൻ്റെ വീതി. അത് ഓരോരുത്തർക്കും ഓരോ ബോഡിക്ക് അനുസരിച്ച് ഒരേ തരത്തിലാണ് ടക്കിൻ്റെ വീതി വരിക. ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതിനൊക്കെ 1 ഇഞ്ച് ടക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും കേട്ടോ. ഒരു 36 ബസ്റ്റ് വരെയൊക്കെ എനിക്ക് തോന്നുന്നു 1 ഇഞ്ച് ടക്ക് മതിയാവുന്നത്. അപ്പോൾ ഈ ചില ബ്ലൗസിൽ ഇതായത് ഇങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി തുന്നിയിട്ടുണ്ടാവും. നമുക്ക് കട്ട് ചെയ്തിട്ടൊന്നും കളഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ടക്കിൻ്റെ വീതി ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ടേപ്പ് വെച്ച് ആ അടിപ്പ് വരെ ഇങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും ടക്കിൻ്റെ വീതി. ഇതിൻ്റെ വരുന്നത് 1 ഇഞ്ചാണ്, അതായത് ടോട്ടൽ 2 ഇഞ്ച് ടക്ക്. ആ വേസ്റ്റ് ഡാർട്ടിൻ്റെ വീതി ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് ഓരോ ഇഞ്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്ലൗസിൻ്റെ
ഈ ടക്ക് പോയിൻ്റ് വേസ്റ്റ് ഡോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അത് നമ്മുടെ സ്ട്രെയിറ്റ് സ്കെയിലിലേക്ക് ചേർത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ ആ ഒരു പോയിൻ്റ് ഇങ്ങനെ മുട്ടിച്ച് വെച്ചിട്ട് നമുക്കിത് ആ ബാൻഡ് വരെയുള്ള മെഷർമെൻറ്റ് ടേപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പിടിച്ച് വെക്കണേ. എയറിങ് അല്ല ചെരിവൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് ആ മുകളിലത്തെ ഭാഗം നോക്കണ്ട. ആ വേസ്റ്റ് ആർട്ടിൻ്റെ ടിപ്പിലുണ്ടല്ലോ അത് സ്കെയിലിലേക്ക് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്കെയിലിലേക്ക് ചേർത്ത് വെച്ചിട്ട് ടേപ്പ് വെച്ച് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 1 ഇഞ്ച് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് അടിച്ചു പോയതിൻ്റെ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് ഡാർട്ടുണ്ട്, വെടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആം ഹോളിലേക്കുള്ള ഡാർട്ടും ഫ്രണ്ടിൽ ആ ഹുക്കിൻ്റെ അവിടേക്കുള്ള ഡാർട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് 4 ഇഞ്ചാണ് നമ്മൾ 2 സൈഡിലേക്ക് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഷോൾഡറിൽ നിന്ന് അണ്ടർ ബസ്റ്റ് വരെയുള്ള ലെങ്താണ് വേണ്ടത്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് അണ്ടർ ബസ്റ്റ് വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് പിടിച്ച് വളച്ച് കൊണ്ടുവന്നിട്ട് ഇവിടം വരെ 12 ഇഞ്ചാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഈ 12 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മുടെ ബാൻഡ് വരുന്നത്. പിന്നെ ബാൻഡിൻ്റെ ഒരു സൈസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ അളന്നെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 3 ഇഞ്ച് കഷ്ടി, അതായത് 3 ഇഞ്ച് കഷ്ടി, താഴെ 2 ഇഞ്ച് കഷ്ടി, ഈ അറ്റത്ത് 2.5 ഇഞ്ച് കഷ്ടി, അതായത് ഒരു 4 ഇഞ്ച് കുറവുണ്ട്. അതങ്ങനെയാണ് വരിക. ഇപ്പോൾ ഒരു 13 ഇഞ്ച് ലെങ്ത്ത് 13.5 ഇഞ്ച് ലെങ്ത്ത് ഒക്കെ ഉള്ളതിൻ്റെ ബാൻഡ് സൈസ്, സ്റ്റാൻഡേർഡ് ബാൻഡ് സൈസ് എന്ന് പറയുന്നത് 3, 2, 2.5 എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അളന്ന് നോക്കുമ്പോഴും നമുക്ക് അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എഴുതി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, ലൂസ് അലവൻസ് ആഡ് ചെയ്യരുത്, സീം അലവൻസ് മാത്രം ആഡ് ചെയ്യുക. നിങ്ങൾ എത്ര സീം അലവൻസ് എടുത്തിട്ടാണോ സ്റ്റിച്ച് ചെയ്യണേ അതിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ അളവ് വെച്ചിട്ട് കട്ട് ചെയ്ത പാറ്റേൺ കൂടെ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് എല്ലാ മെഷർമെൻറ്റ്സും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് പാറ്റേണിൽ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്